നമസ്കാരം. കൂട്ടുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്ന കപ്പത്തോരനാണ് കേട്ടോ. അപ്പോൾ കപ്പ അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ അതിൽ അധികമുള്ള വെള്ളം ഒന്നങ്ങോട്ട് പിഴിഞ്ഞ് കളയണം. കൂടുതൽ പിഴിയണ്ട, ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ട് അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്ര മതി. നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും പച്ചമുളകും കൂടി ചതച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളെ കപ്പത്തോരൻ റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ തേങ്ങേൻ്റെ കൂടെ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, ചതച്ചെടുക്കാനേ. പിന്നെ വെളുത്തുള്ളി കൂട്ടാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ചേർത്തിട്ടില്ല. അപ്പം നമ്മളെ അടിപൊളി കപ്പത്തോരൻ റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ്. കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനും കഞ്ഞീൻ്റെ കൂടെയൊക്കെ കഴിക്കാനേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമായ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ പ്ലീസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.